ഹല്ലേലൂയ. ഒരു വേദഭാഗം ഓടിച്ചു വായിക്കാം. ആമേൻ. ഹല്ലേലൂയ. യോനായുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. ജോന ചാപ്റ്റർ 1:5. Hallelujah, praise the Lord. Praise the Lord, praise the Lord, praise the Lord. Amen, hallelujah, hallelujah, hallelujah. ഓരോരുത്തർ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനായോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. വായിച്ചട്ടെ. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്താ? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. അവന് ഉറങ്ങുന്നവനെ നമുക്ക് എഴുന്നേൽപ്പിക്കാം, അല്ലെ? ഉറങ്ങുന്നവനെ ഉറക്കം അടിക്കുന്ന ചില പാർട്ടികളുണ്ട്. ഉറങ്ങുവാണോ ചോദിച്ചു കഴിഞ്ഞാല് ഉറങ്ങുക. അവരെ എഴുന്നേൽപ്പിക്കാന് ബുദ്ധിമുട്ടാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉറങ്ങുമായിരുന്നു. പെട്ടെന്ന് ചെറുപ്പത്തിലൊക്കെ ഉറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് എൻ്റെ പപ്പ പറയും, അവൻ ഉറങ്ങിയാൽ അവൻ്റെ കാലെന്ത് ചെയ്യും? ഇപ്പൊ ഒന്ന് അനങ്ങും. അവൻ ഉറങ്ങിയതാണെങ്കിൽ അവന്റെ കാല് ഇപ്പൊ ഒന്ന് അനങ്ങുന്ന പറയുമ്പോൾ ഞാൻ കാലനക്കും. അപ്പൊ ഞാൻ ഉറങ്ങിയോ? എന്നാ കാൽ അനക്കാതിരുന്നാൽ എന്റെ അർത്ഥം എന്നാ? ആ കൊച്ചു ബുദ്ധിക്കകത്ത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇന്നാണെങ്കിലോ അവൻ ഉറങ്ങുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടുന്നില്ലാത്ത സ്നോറിങ് എല്ലാം വരികയും ചെയ്യും. നമ്മളൊന്ന് ഉറക്കമാ. ആമേൻ. അങ്ങനെ ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാ. സഭയ്ക്കകത്ത് ഉറക്കം നടിക്കരുത്. ഉറക്കം നടിച്ചാൽ അറിയാതെ രാത്രിക്കാലത്ത് കാര്യം ഞാൻ പറയട്ടെ. ഉറക്കമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറ്റു മരുന്നൊന്നും എടുക്കേണ്ട, ഞാനൊരു മെഡിസിൻ തരാം. ആമേൻ, ഹല്ലേലൂയ. ഉറക്കമില്ലാത്തവര്, ചിലർക്ക് രാത്രി ഒന്ന് ചിന്ത കൊണ്ടും ഭാരം കൊണ്ടും ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്. വീട്ടിനകത്തൂടെ ഇങ്ങനെ തെരപ്പാര നടക്കും. ഭാര്യ കിടന്ന് ഉറങ്ങിയാലും ഭർത്താവിന് ഉറക്കമില്ല. സ്തോത്രം. മുറിക്കകത്തൂടെയും ഈ ചവിട്ടി പോകുന്ന സൗണ്ട് കേൾക്കാം. കാരണം എന്താണെന്നറിയാം? ഇനി ഉറങ്ങാൻ ഞാനൊരു മരുന്ന് തരാം. ആമേൻ. ഈ വേദപുസ്തകം എടുത്ത് ഒരു അധ്യായം വായിച്ചാൽ മതി. അധ്യായം തീരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ഉദാഹരണം, ഇന്ന് വൈകിയ സമയത്ത് ഈ വചനം എടുത്ത് വായിച്ചോട് ഞാൻ ഇവരുടെ സെറ്റിയിലേക്ക് ഇരിക്കുകയായിരുന്നു. നോക്കണം, ഉറക്ക വിഷയം കേട്ടോ, മറന്നു പോകരുത്. ഉറങ്ങി വായിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ എന്ത് ചെയ്തു? നമുക്കൊക്കെ പറ്റുന്ന കാര്യമാണ്. So it's happened in our life. Amen. You have to listen that. You have to be very careful that. Amen. ഉറക്കം നടിച്ചാലും എന്ത് ചെയ്യും? ഉറങ്ങിപ്പോകും. ഹല്ലേലൂയ. രാത്രികാലം ഹല്ലേലൂയ. യോന ഇവിടെ എന്ത് ചെയ്യും? അവൻ ഉറക്കം. ആമേൻ. ഇത്രയെല്ലാം അവിടെ കൂക്കുവിളി ഉണ്ടായി. അവരവരുടെ ദൈവത്തെ വിളിക്കുവാൻ തുടങ്ങി. ആമേൻ. കപ്പൽ ചരക്കുകളൊക്കെ എടുത്തു വെള്ളത്തിൽ എറിഞ്ഞു കളഞ്ഞു. കപ്പലിന്റെ ഭാരമൊക്കെ കുറച്ചിട്ടും ആമേൻ ഒരു ഭാരവും ഇല്ലാതെ ഒരു വ്യക്തി അങ്ങ് ഉറങ്ങുക. അവൻ ഒടുവിൽ ആമേൻ ഈ ഭാരം മാറണമെങ്കിൽ അവൻ ഇവരെ എടുത്ത് വെള്ളത്തിൽ തട്ടിയാലേ കാര്യം നടക്കത്തുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു? എന്നാലേ പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്ന് എന്ത് ചെയ്തു? അടുത്ത നിമിഷം അവന്റെ തല ഛേദിക്കാൻ പോകും, അല്ലെ? അടുത്ത നിമിഷം അവനെ ഈ ലോകത്ത് മാറ്റപ്പെടുത്താൻ പോവുകയാണ്. തന്റെ ഭക്തനോ അവന് നല്ല ഉറക്കം കൊടുക്കുന്നു. എത്രയൊക്കെ ഭാരമുണ്ടെങ്കിലും, എത്രയൊക്കെ പ്രതികൂലമുണ്ടെങ്കിലും, എത്രയൊക്കെ കടഭാരമുണ്ടെങ്കിലും, നാളെ എങ്ങനെ ആയിരിക്കുമെങ്കിലും അവൻ ഒരു ദൈവം ഇതിലുണ്ടല്ലോ, അവൻ കിടന്നാൽ ഉറങ്ങിയിരിക്കും. അതിന് ഉദാഹരണമാണ് അവൻ 2 ചങ്ങലകളാൽ ബന്ധിച്ചിട്ട് അവൻ 6 അവൻ പടയാളികളെ വെച്ച് ഒരു വിധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ ഇരിക്കുന്ന സമയത്ത് പത്രോസ് എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. ഇന്ന് രാത്രികാലം വളരെ വ്യക്തമായി ആ കാര്യങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഉറക്കം നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുമ്പോൾ അവൻ അത് ഒരുപോലെ തന്നെ ആത്മീയ ജീവിതത്തെയും മുടിച്ചു കളയും. ചില വ്യക്തികളൊക്കെ ആത്മീയ ഗോളത്തിൽ അവരുടെ പേര് പോലും നിലനിൽക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻച്വലി നമ്മൾ എന്ത് ചെയ്യും?
ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഇവഞ്ചലി നാം ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഓടിച്ച് വേഗം വായിക്കാം. ആക്ട് ഓഫ് അപ്പോസ്റ്റൽസ് ആൻഡ് 20 verse 8, chapter 20 verse 8, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 18-ാം വാക്യം. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിൽക്കലിരുന്ന് ഗാഠനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കാൻ നിദ്രാവസ്ഥനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു. സ്തോത്രം. പൗലോസ് പ്രസംഗിക്കുന്ന പുള്ളി സമയം നോക്കുന്നില്ല. 8:30 പാസ്റ്റർ പറഞ്ഞു കൊടുത്താലും പൗലോസ് ഉണ്ടല്ലോ 8:45 9:00 അങ്ങ് പോകും. സ്തോത്രം. ഇത് കണ്ടിട്ട് ചില സഭകളിലൊക്കെ നടക്കുന്ന പോലെ ഒരു വ്യക്തി ഈ സഭയ്ക്കകത്തും ഉണ്ടായിരുന്നു. സ്തോത്രം. അവന്റെ പേര് യൂത്തിക്കോസ്. അവൻ ഇരുന്നത് എവിടാന്നറിയാമോ? പ്രാർത്ഥനയ്ക്ക് വന്നതുകൊണ്ടും പ്രസംഗം കേട്ടോണ്ടും അല്ല ഉറങ്ങിയത് കേട്ടോ. ഇരിപ്പ് എവിടായിരുന്നു? ആരാധനയ്ക്കത്ത് വന്നാൽ ഇരിക്കുന്നതിന് എന്തുണ്ടെന്നറിയാമോ? ഇരിക്കുന്നതിന് എന്തുണ്ട്? ഈ ആരാധിക്കുന്ന സമയത്ത് നമ്മൾ ചമ്പരപ്പൂട്ടിട്ടിരിക്കുന്നു. ഇപ്പൊ ഇരിക്കുന്ന കുഴപ്പമില്ല. ആരാധിക്കുന്ന സമയത്ത് ദൈവമക്കളുടെ മുഴങ്കാലിൽ ആരാധിച്ചു. ഇരിപ്പിന് പ്രത്യേകതയുണ്ട്. ആരാധനയ്ക്കകത്ത് വന്നാൽ അവൻ ഇരിപ്പിന് പ്രത്യേകതയുണ്ട്. അവൻ കൈയടിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. കൈയടിക്കുന്നതിനറിയോ? കൈക്കൊന്നും വേദന എടുക്കരുത്. കൈയുടെ മസിലുകളൊന്നും ഇളകരുത്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നാട്ടിലെ അപ്പച്ചന്മാരെ വെറ്റില ചുണ്ണാമ്പ് നോക്കും. കൈയടിക്കുന്ന എങ്ങനെ 150 സങ്കീർത്തനം വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഇരുന്ന് എവിടാന്നറിയാമോ? കിളിവാതിൽക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പുറത്തു നടക്കുന്നത് മുള്ളിക്ക് കാണാം, അകത്തു നടക്കുന്നത് മുള്ളിക്ക് കാണാം. അകത്തുണ്ടോ? അകത്തുണ്ട്. പുറത്താണോ? പുറത്താണ്. അവൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ തന്റെ വഴികളിലല്ല എന്ത് ചെയ്യും? അസ്ഥിരനായിരിക്കും. അവൻ പുറത്തെ കാഴ്ചയും കാണണം, അകത്തെ കൂട്ടായ്മയ്ക്കും കൂടണം. ഇത് ഈ 15 നടക്കത്തില്ല. എന്തു പറ്റിന്നറിയാമോ? തലേക്കുത്ത് താഴോട്ട് പോകുന്നു. ഹല്ലേലൂയ. ഇവൻ ആരാണെന്നറിയാമോ? വചനം കേൾക്കേണ്ടവൻ. യോനെ ആരാന്നറിയാമോ? ദൂത് പറയേണ്ടവൻ. ആമീൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ശിംശോൻ ആരാന്നറിയാം? സാംസൺ ആരാന്നറിയാമോ? ശുശ്രൂഷ ചെയ്യേണ്ടവൻ. ഓരോ വ്യക്തികൾക്കുണ്ട് ദൂത്. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ നാം ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഒന്നും കേറത്തില്ല. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാതെ ആരപ്പെട്ടു പോകും. ഉടനെ പാസ്റ്റർ എടുത്തു വിളിക്കും. പാസ്റ്റർ അവൻ ആകെ അടി പോയിരിക്കുകയാണ്, എന്തോ ചെയ്യും? പിന്നെ സൊല്യൂഷൻ പാസ്റ്റർ പറഞ്ഞു കൊടുക്കണം. അവൻ അങ്ങനെ ഒരു ഗതി വരുത്താതെ പ്രശ്നം പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ അതിനെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാധനയ്ക്കകത്ത് വന്നവൻ വചനം കേൾക്കേണ്ടവൻ വചനം കേട്ടുകൊണ്ടിരിക്കണം. ആമീൻ. പ്രാർത്ഥനയ്ക്ക് വന്നതിന് അല്പമൊക്കെ ഉറങ്ങിയെങ്കിലും ഉറക്കം തെളിഞ്ഞപ്പോ കേട്ട വചനമാണ്. ആമീൻ. അതുകൊണ്ട് ഇത് രാത്രിക്കാലം വചനം കേൾക്കുന്നവർ എന്ത് ചെയ്യാൻ പാടില്ല? ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ശത്രുവാ ഇവൻ കൊണ്ട് കളവിധിക്കും. അവൻ നമ്മെ ഒതുക്കിക്കളയും, നമ്മെ ഇല്ലാതാക്കാൻ നോക്കും, ശുശ്രൂഷിക്കുന്ന പോലും നമ്മെ തെരഞ്ഞെടുക്കാൻ നോക്കും. ഇന്ന് രാത്രിക്കാലം ഉറങ്ങാൻ പാടില്ല. കഴിഞ്ഞാൽ ആത്മീയമായി ക്ഷീണിച്ച് തളർന്നു പോകുവാനിടയായി തീരും. ഇനി ഉറങ്ങിയൊരു കൂട്ടുണ്ട്. അതാരാന്നറിയാമോ? ശിഷ്യന്മാർ. വ്യാപിപ്പിക്കുന്നില്ല. യേശു പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, ഞാൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. യേശു പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയപ്പോഴത്തേനും ശിഷ്യന്മാര് ആമേൻ ശിഷ്യന്മാരെന്ത് ചെയ്തു? വീണ്ടും ഒന്ന് പറയുകയാണ്, നിങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിപ്പീൻ. രാത്രിക്കാലം ദൈവത്തിന്റെ നാം ഉറങ്ങി കഴിയുമ്പോഴും ചില സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് തട്ടിയില്ല. അന്നേരം ആമീൻ കണ്ണു നിറഞ്ഞ വീണ്ടും കണ്ണടച്ചെടുക്കണം. ആമീൻ. ഹല്ലേലൂയ. ആ തട്ടി എഴുന്നേൽപ്പിക്കുന്നത് ചില അനർത്ഥത്തിൽ നിന്നെ വിടുവിക്കുവാനാണ്. ചില ആപത്തുകൾ നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ നീ അറിയാതെ നിന്നെ തകർക്കുവാൻ പിശാച് നോക്കുമ്പോൾ ചില സമയങ്ങളിൽ നമ്മെ തട്ടി എന്നിട്ട് പറയും, നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവീൻ, ദേശത്തിന് വേണ്ടി കരയുവീൻ, വ്യക്തിജീവിതങ്ങൾക്ക് ഇടിവിളിക്കുവീൻ, സഭയ്ക്ക് വേണ്ടി കരയുവീൻ, ദൈവദാസന്മാർക്ക് വേണ്ടി കരയുവീൻ. അങ്ങനെ പറഞ്ഞാൽ ഒരു നിമിഷം പിന്നെ ഒരു മിനിറ്റ് കിടന്നേക്കണം. കിടന്നാൽ
പണിപാളും പ്രൈസ്തലോ അടി കിട്ടു തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്നേക്ക് ഞാൻ ഓർക്കുകയാണ്, ഇന്നേക്ക് 2002 ഹല്ലേലൂയ. ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദർശനം കാണിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചുമ്മാ കിടന്നുറങ്ങാണ്ട് എഴുന്നേൽക്കണം പറഞ്ഞു. ഞാൻ എഴുന്നേറ്റിട്ട് കണ്ണു തുറന്നിട്ട് വീണ്ടും എന്ത് പറ്റിയെന്നറിയാമോ? ക്രൈസ്തവ ദർശനത്തിൽ കണ്ടതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ നടന്നു. ആമേൻ ഹല്ലേലൂയ. ആ സമയത്ത് തമ്പുരാൻ അല്പം സ്നേഹം എന്നോട് ഉള്ളത് കൊണ്ട് എന്നെ രക്ഷിച്ചത്. അതുകൊണ്ടാണ് ജീവനോടെ നിൽക്കുന്നത്. ഞാൻ പറയട്ടെ, അവൻ ഒരു അനർത്ഥം നിന്റെ മുമ്പിൽ വരുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ദൂതറിയിക്കും. പലപ്പോഴും ഇത് നമ്മൾ ആരുടെയും തലയുടെ കൈയുടെ അടി തല കൊണ്ട് വെക്കേണ്ട കാര്യമില്ല. നമ്മളോട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. അത് മനസ്സിലാക്കണം. രാത്രി യാമങ്ങളിൽ നാം കിടന്നുറങ്ങുമ്പോൾ അവൻ ദൈവത്തിന്റെ ആത്മാവ് മകനെ മകളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്തെടുക്കുവാൻ, സഭയ്ക്ക് വേണ്ടി കരയുവാൻ ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷ.